റെഡി? ഓക്കെ, എല്ലാവരും ഓക്കെ ആയാ? എന്നാ തുടങ്ങാം. ഇന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പങ്കെടുക്കുന്നതിന് ആളുകളെ ആവശ്യമുണ്ടെന്നും അതിന് പണം പ്രതിഫലമായി നൽകും, പണവും ഭക്ഷണവും പ്രതിഫലമായിട്ട് നൽകുമെന്നുമുള്ള നിലയ്ക്ക് ഒരു പരസ്യം പ്രത്യക്ഷപ്പെടുകയും അല്പസമയത്തിനകം ആ പരസ്യം പിൻവലിക്കപ്പെടുകയും ചെയ്തത് സംബന്ധിച്ച് ഒരു വാർത്ത ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മുന്നണി തങ്ങളുടെ പ്രചരണ പരിപാടികൾക്ക് ആളെ കിട്ടാതെ കൂലി കൊടുത്ത് ആളെ സംഘടിപ്പിക്കാൻ പരസ്യം കൊടുക്കുന്നത്, അതിൻ്റെ ഒരു ദയനീയത, ആ മുന്നണി എത്തി നിൽക്കുന്ന സാഹചര്യം, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഉന്നയിക്കാനല്ല ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, അങ്ങോളം ഇങ്ങോളം വൻതോതിൽ പണം ചെലവഴിച്ചുകൊണ്ടാണ് UDF പ്രചരണ പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ജാഥയിലോ പരിപാടികളിലോ പങ്കെടുക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതുൾപ്പെടെ, ദിവസക്കൂലി നൽകുന്നതുൾപ്പെടെ വൻതോതിൽ പണം ചെലവഴിക്കുകയാണ്. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം പണം പമ്പ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റി തീർക്കാനാണ് UDFന്റെ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇതിന് അളവറ്റ കോടികൾ എന്നാണ്. ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ കൗതുകകരമാർന്ന ഒരു വാർത്തയാണ് പരസ്യത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വന്നത്. ഒരു റാലിക്ക് ആളെ പങ്കെടുപ്പിക്കാൻ പണം ഓഫർ ചെയ്തുകൊണ്ട് പരസ്യം തന്നെ കൊടുക്കുക, അത് വിവാദമാകുമെന്ന് കാണുമ്പോൾ പിൻവലിക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വയനാട് ദുരന്ത സമയത്ത് പിരിച്ച പണം, അതിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത്. വയനാട് ദുരന്തം കേരളത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്, വൻ ദുരന്തം. എല്ലാ മലയാളികളെയും കരയിപ്പിച്ച വൻ ദുരന്തമാണ് ഉണ്ടായത്. കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിനിടയിൽ ഒരു ഭൂപ്രദേശം ഇല്ലാതെയായി. നൂറുകണക്കിന് മനുഷ്യർ ഇരകളാക്കപ്പെട്ടു. ചതഞ്ഞരഞ്ഞ മൃതശരീരങ്ങൾ, ശരീരഭാഗങ്ങൾ ചാലിയാർ പുഴയിലൂടെ അനാഥമായി ഒഴുകുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. നമ്മുടെ നാട് കണ്ണീരണിഞ്ഞ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിനിരയായവരിൽ പലരുടെയും മൃതശരീരം പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നാടാകെ തകർന്നുപോയി. ആ ഘട്ടത്തിലാണ് പല സംഘടനകളും തങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്യുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം പിരിക്കാനാണ് കോൺഗ്രസും പോഷക സംഘടനകളും ശ്രമിച്ചത്. വൻതോതിലുള്ള പണപ്പിരിവാണ് നടത്തിയത്. അതിന് പ്രത്യേകമായ ഒരു ആപ്പ് തന്നെ ഡിസൈൻ ചെയ്തു. ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും എന്നായിരുന്നു വാഗ്ദാനം. അത് സംബന്ധിച്ച് നമ്മൾ പലതവണ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വീട് വെച്ച് നൽകുന്നതിന് ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറായില്ല. വലിയ വിമർശനം ഉയർന്നു വന്നപ്പോഴാണ് അവസാനം തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് സാങ്കേതിക നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാതെ, വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ട്, ഞാനതിപ്പോഴൊരു ആരോപണമായി ഉന്നയിക്കുന്നില്ല, 3 ഏക്കറയോ മറ്റോ സ്ഥലം വാങ്ങി എന്ന് പറയുന്നു. ഇവർ വാഗ്ദാനം ചെയ്ത വീടുകൾ വെച്ചു കൊടുക്കാൻ ആ സ്ഥലം മതിയോ എന്ന ചോദ്യമെല്ലാം പ്രസക്തമാണ്. എന്തുമാവട്ടെ, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ചെയ്യട്ടെ എന്നാണ് സാധാരണ ജനം കരുതിയിട്ടുണ്ടാവുക. വലിയ ആഘോഷപൂർവം തറക്കല്ലിട്ടു. കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അക്കല്ലല്ലാതെ അതിനു മുകളിൽ ഒരു നിർമ്മാണം നടക്കുമെന്ന പ്രതീക്ഷ പലരും അന്ന് പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി അന്ന് പറഞ്ഞത് 10 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാവുമെന്നാണ്. അദ്ദേഹം പറയുന്ന വാക്കിന്റെ വില ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആരും
വലിയ വ്യാമോഹം വെച്ച് പുലർത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം പറയുന്നു അവിടെ പണി തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ പറയാനാവുന്നു എന്നതാണ് പ്രധാനം. അവിടെ സ്ഥലത്ത് പോയി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പണിയും തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, കെട്ടിട നിർമ്മാണത്തിന് അനുമതി തേടിക്കൊണ്ടൊരു അപേക്ഷ പോലും തദ്ദേശ സ്ഥാപനത്തിൻ്റെ മുൻപാകെ വന്നിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു കെട്ടിടം കേരളത്തിൽ നിർമ്മിക്കണമെങ്കിൽ അതിന് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അനുമതി വാങ്ങണം, രേഖാമൂലമുള്ള അനുമതി വാങ്ങണം. അനുമതി വാങ്ങണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വിശദമായ പ്ലാൻ ഉൾപ്പെടെ സമർപ്പിക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അതിനായി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്നത്. ഇത്രമാത്രം വൈകിയതെന്തെന്ന ചോദ്യത്തിന് ഇന്നലെയും ആവർത്തിച്ചിട്ടുള്ള മറുപടി, സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരുമെന്ന് കരുതി കാത്തിരുന്നു, സർക്കാർ ഭൂമി തന്നില്ല എന്നാണ്. സർക്കാരിനോട് ഭൂമി വേണം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? അങ്ങനെ ഒരു ആവശ്യമേ ഉയർന്നിട്ടില്ല എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനി അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഭൂമി കൊടുക്കും എന്ന് എപ്പോഴാണ് സർക്കാർ പറഞ്ഞത്? ഭൂമി കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. ഭൂമി വേണമെന്നാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ന്യായമായി ഉന്നയിക്കുകയാണ്, വൈകിയതിന് ന്യായം കണ്ടെത്തുകയാണ്, തുടങ്ങാത്ത പണി തുടങ്ങി എന്ന് കള്ളം പറയുകയാണ്. ഞാനിവിടെ അതിനെ വിമർശിക്കാനല്ല ഉദ്ദേശിച്ചത്. നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തം, ഇന്ന് വരെ നാം കേട്ടിട്ടില്ലാത്ത വൻ ദുരന്തം, നമ്മുടെ കൂടപ്പിറപ്പുകളായ മനുഷ്യർ കൊല്ലപ്പെട്ട, ഒരു നാടാകെ തകർന്നു പോയ, നാട് വിറങ്ങലിച്ചു പോയ ഒരു ദുരന്തം. ആ ദുരന്തത്തെ അവസരമാക്കി കണ്ട് പണം പിരിച്ച് അത് മോഷ്ടിക്കുക എത്ര മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണത്. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിൽ ഒരു കഥാപാത്രമുണ്ട്, തെനാർദിയർ എന്ന് പറയുന്നൊരു കഥാപാത്രം. ആ കഥാപാത്രം ലോകത്തിലെ എല്ലാ ക്രൂരതയുടെയും പ്രതീകമെന്ന പോലെ ആവിഷ്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന എന്തു നീച കൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യരൂപമുള്ള കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ നീചമായ മനസ്സ് വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഹ്യൂഗോ കണ്ടെത്തിയ ഉപായം, അയാളുടെ നീചകൃത്യങ്ങളുടെ ആഴം വായനക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൃതിയിൽ ശ്രമിച്ചതായി കാണുന്നത്, യുദ്ധത്തിലും മറ്റും പരിക്കേറ്റ് കൊല്ലപ്പെട്ട യോദ്ധാക്കൾ, അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതശരീരങ്ങൾക്കടുത്ത് ചെന്ന് മരണം ഉറപ്പാക്കിയ ശേഷം ആ മൃതശരീരത്തിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റുന്നതൊക്കെ മോഷ്ടിക്കുക, ആഭരണങ്ങളും പണവും ഒക്കെ മോഷ്ടിക്കുക. അപ്പം മൃതശരീരങ്ങളിൽ നിന്ന് മോഷണം നടത്തുന്നവനാണ് ഏറ്റവും നീചൻ എന്ന സന്ദേശമാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ പരിഭാഷപ്പെടുത്തപ്പെട്ട നോവലുകളിൽ ആദ്യത്തെ നോവലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന, മറ്റു നോവലുകളും ഉണ്ടാവും, എന്നാലും ആദ്യകാലത്തെ നോവലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പാവങ്ങളിലൂടെ വായനക്കാർക്ക് പകർന്നു നൽകിയത്. വിദ്യാർത്ഥി സമരങ്ങളുടെയൊക്കെ ഭാഗമായി ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ എടുക്കപ്പെട്ട കള്ളക്കേസുകളുടെയൊക്കെ ഭാഗമായി ഞങ്ങൾക്ക് ജയിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അങ്ങനെ കോഴിക്കോട് ജില്ലാ ജയിലിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി കിടക്കുമ്പോൾ മറ്റു പല കേസുകളിലെയും പ്രതികളായിട്ടുള്ളവർ അവിടെ സഹതടവുകാരായിട്ടുണ്ടായി. അതിൽ പോക്കറ്റടിക്കാർ, സ്ഥിരമായി കളവ് നടത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോയവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറേ ദിവസം ജയിൽ കിടക്കേണ്ടി വന്നപ്പോൾ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ മോഷ്ടാക്കളും പോക്കറ്റടിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ചില കോഡ് വാക്കുകളും ഭാഷകളും ഒക്കെ ഉണ്ട്. ഓരോ മോഷണത്തിനും പ്രത്യേക രീതികളൊക്കെയാണ്. ഇപ്പോൾ പോക്കറ്റടി എന്ന് നമ്മൾ പറയും, അവരങ്ങനെ പറയില്ല, അതിന് വേറൊരു വാക്കാണ് ഉപയോഗിക്കുക, അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, അവർക്കിടയിലും ചില ധാർമ്മികതകളുണ്ട്, മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികത. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്കറ്റടിക്കും, മറ്റു പലതരത്തിൽ മോഷണം നടത്തും, സ്ഥാപനങ്ങൾ കൊള്ളയടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്നൊരു വാക്ക്
ശവം തൂക്കെന്നാണ് അവരുടെ കൊടുഭാഷയിൽ. ശവം തൂക്ക് എന്നാണ് പറയുക. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഹീനമായ കൃത്യമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിന്റെ ഓരോ പ്രചരണ ബോർഡിന്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? ഈ തിരഞ്ഞെടുപ്പിലെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ വയനാട് ദുരന്തത്തെ മറയാക്കി എത്ര തുക പിരിച്ചു? ആ സംഖ്യ പറഞ്ഞാൽ മതി. അതെന്താ പറയാൻ മടി? അതെന്തുകൊണ്ടാ പറയാത്തത്? ആ തുക ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്? ഇപ്പൊ വലിയ തുക കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ലല്ലോ, ബാങ്കിൽ നിക്ഷേപിക്കണമല്ലോ. ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആ തുക? പ്രതിപക്ഷ നേതാവ് പറയുന്നു KPCC പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു എന്ന്. അത് കളവാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കൂടി പരസ്യരേഖയായി മാറിയതോടെ അത് ഇല്ല, കള്ളമാണ് എന്ന് തെളിഞ്ഞു. ഏത് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു, എത്ര തുക കിട്ടി, ഇത് പറയാൻ എന്താ മടി? ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമല്ലേ? വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞു പിരിച്ചതല്ലേ? പൊതു ആവശ്യത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എത്ര പിരിച്ചുവെന്നും ഏത് അക്കൗണ്ടിലാണ് എന്നും തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. ആ പണം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടുമുള്ള വെല്ലുവിളിയാണ്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. പറയാം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഏത് വിമർശനത്തിനും മറുപടി പറയാൻ എല്ലാത്തിനും സ്വാഗതമാണ്. വയനാട് സർക്കാർ ചെയ്യുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല, ടൗൺഷിപ്പാണല്ലോ. അപ്പോൾ വീടുണ്ടാവും, ക്ലിനിക്ക് ഉണ്ടാവും, വായനശാല ഉണ്ടാവും, അങ്കണവാടി ഉണ്ടാവും, മറ്റു സൗകര്യങ്ങളുണ്ടാവും, റോഡുണ്ടാവും, കടകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരർത്ഥത്തിൽ ഒരു ഗ്രാമം പണി കഴിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് വാസയോഗ്യം തന്നെയാണ്. അത് മലയാളം അംഗീകരിക്കുന്ന വലിയ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ അവിടെ എല്ലാം പോയി സന്ദർശിക്കുകയുണ്ടായല്ലോ. നിങ്ങൾ എല്ലാം അവിടെ പോയിട്ടുണ്ടാവും. മുഴുവൻ പേരും താമസം മാറിയിട്ടുണ്ടാവില്ല, അത് വരും ദിവസങ്ങളിലേ താമസം മാറുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള വീടിൻ്റെ വാടക ഉൾപ്പെടെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുട്ടാപ്പോക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
അതെല്ലാം ജനങ്ങളുടെ മുൻപാകെ സ്ഫടിക സമാനമായ സുതാര്യമായ കാര്യങ്ങളാണ്. അത് അതിൻ്റെ വഴിക്ക് പോകും. ഇത് പറയാൻ എന്താ മടി? ഇത് പറയാൻ എന്താ മടി? ഇപ്പോൾ അതിൽ തന്നെ എത്ര തുക പിരിച്ചെന്നും ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചത്, ഏത് അക്കൗണ്ടിൽ, ബാങ്ക് വേണ്ട, ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്, അക്കൗണ്ട് പറയുമ്പോൾ ബാങ്കും വരും, അത് പറയുന്നതിന് എന്താ മടി? അതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ രാഷ്ട്രീയമായ അഭിപ്രായവും നിലപാടും ഒക്കെ ഉണ്ടാവും. അതൊന്നും പാടില്ല എന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി. അദ്ദേഹം പറയാണ്, മുഖ്യമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം CMDRFന്റെ വിവരങ്ങൾ ചേർത്തിട്ടില്ലല്ലോ എന്ന് പറയാം. ഏത് മലയാളിയും ഞെട്ടിപ്പോവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് എന്നായിരണോ ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? സംസ്ഥാന ഖജനാവിലെ പണം എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയുടെ പേരിൽ ഒരു ബാങ്കിലുള്ള അക്കൗണ്ട് എന്നാണോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ പറയാമോ? ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞായിട്ട് കാണുകയാണ്, അങ്ങനെ ചിത്രത്തിൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയല്ല, കൊളുത്തിയ വിളക്കിൻ്റെ പുറകിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ കാര്യം പോട്ടെ, ഇവർക്കോ സാധിച്ചില്ല, ഇവരുടെ വംശപരമ്പരയിൽ പോലും ഒരാൾക്ക് ഒരു ജേർണലിസ്റ്റ് ആവാൻ സാധ്യതയില്ല എന്ന തോന്നലാണ് ഇത് കാണുന്ന മനുഷ്യർക്കുണ്ടാവുക. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം ചെറുതായി പോകുന്നു. മാധ്യമ പ്രവർത്തനത്തോട് ജനങ്ങൾക്കുള്ള ആദരവ് എത്രമാത്രം ഇടിഞ്ഞു പോകും. സത്യത്തിൽ ഇവരൊക്കെ മാധ്യമ പ്രവർത്തകരല്ല. മാധ്യമ പ്രവർത്തനത്തിനെതിരായി, മാധ്യമ പ്രവർത്തനത്തിൻ്റെ അന്തസ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എന്തോ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണോ എന്നുപോലും ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെയുള്ളവർ അധികമില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. നിങ്ങളെ ചോദ്യത്തിലെ ആദ്യ വാക്കിൽ തന്നെ ഒരു തിരുത്തുണ്ട്. അദ്ദേഹം നുണ പറയുന്നു എന്നുള്ളതൊരു ആക്ഷേപമല്ല, അതൊരു വസ്തുതയാണ്. അത് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. സാധാരണ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഉയർന്ന ചുമതലകളാണ്. അത്തരം ചുമതലകൾ നിർവഹിക്കുന്നവർ സാധാരണഗതിയിൽ ആദരവർഹിക്കുന്നവരുമാണ്. പക്ഷെ അങ്ങനെ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് നിത്യവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത്? നമുക്ക് അങ്ങനെ പറയാം. ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? അതൊരു പ്രശ്നമല്ലേ? ഇന്നലെ പറയല്ലേ വയനാട് വീടിൻ്റെ പണി തുടങ്ങി, നിങ്ങളെല്ലാം കേട്ടതല്ലേ? തുടങ്ങിയോ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കാൻ നവമാധ്യമങ്ങളിൽ ചിലർ ഇങ്ങനെ ഒരു പേജ് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. എനിക്കത് അറിഞ്ഞുകൂടാ ആരാണ് അത് തുടങ്ങിയിട്ടുള്ളതെന്ന്. എനിക്ക് തോന്നുന്നു സത്യാന്വേഷികളായ ഏതെങ്കിലും ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്നവരോ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അത് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരണം. മറ്റൊന്നിനുമല്ല, അവരെ അഭിനന്ദിക്കാനാണ്. കാരണം സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അസത്യം തുറന്നു കാണിക്കുക. ഏത് ചുമതലയിലിരിക്കുന്നവരും നിരന്തരം അസത്യം പറഞ്ഞാൽ അത് തുറന്നു കാണിക്കേണ്ടതാണ് എന്നത് ഈ കാലത്തെ ഒരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താ? അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ആരെങ്കിലും തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അതിനെ പിന്തുണയ്ക്കില്ല. വ്യക്തിപരമായ അധിക്ഷേപമോ വ്യക്തിപരമായി ഇകഴ്ത്തി കാണിക്കാനോ അപവാദ പ്രചരണം നടത്താനോ നമ്മുടെ നാട്ടിൽ ആർക്കും അവകാശമില്ല. അതൊന്നും പിന്തുണയ്ക്കപ്പെടില്ല, എതിർക്കപ്പെടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ പേജിൽ അദ്ദേഹം പറയുന്ന
ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും വസ്തുതകളും ജനങ്ങളുടെ മുൻപാകെ എത്തിക്കുകയാണ്, കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകയോ മറ്റോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അതിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമാണെന്നാ പറഞ്ഞത്. അതെന്റെ PR ആണ്, ഇത് ചെയ്യുന്നത് CPM ആണ് എന്ന് ആരോപിച്ചിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ഒരു PR പ്രവർത്തനമാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ആളുകൾക്കിടയിൽ എന്ത് PR ആണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആസ്വദിക്കുന്നത് പോലെ, അതിനെ സ്വാഗതം ചെയ്യുന്ന പോലെ, അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, നല്ലതാണെന്നാണ് പറഞ്ഞത്. ആ ആളാണ് പിന്നെ ഇതെല്ലാം പരാതി കൊടുത്ത് പൂട്ടിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞതും എന്താണ്? നേരത്തെ പറഞ്ഞ ആ പട്ടികയിൽ വരുന്ന കാര്യമാണ് ആ പറഞ്ഞതും. ഇത് തന്നെയാണ് കേന്ദ്രത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് അഹിതമായ, തങ്ങൾ തുറന്നു കാട്ടപ്പെടുന്ന സത്യസന്ധമായ കാര്യങ്ങളെപ്പോലും ഇത്തരത്തിലുള്ള കുറുക്കു വഴിയിലൂടെ അവസാനിപ്പിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ കണികയില്ലാത്തൊരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, നിങ്ങൾ പറഞ്ഞ ആളുടെ ആരോപണത്തെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം അദ്ദേഹത്തിന്റെ ആരോപണമാണ്. ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു നില ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പരിപാടിയുടെ പ്രശ്നം ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു പരിപാടിയിലേ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പോ സംവാദത്തിന് പോയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ, സംവാദം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴും ഒരു മാധ്യമ പ്രവർത്തക പറയുന്നുണ്ട് അത് സാധാരണമല്ലേ, സംവാദത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നതല്ലേ? ആണോ? RSSന്റെ സംവാദത്തിന് ജനാധിപത്യ പാർട്ടികളുടെ ഏത് നേതാക്കളാണ് സാധാരണഗതിയിൽ പങ്കെടുക്കാറ്? അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടികൾ നടത്തുന്ന ഏത് സംവാദത്തിനാണ് RSSന്റെ നേതാക്കളെ ക്ഷണിക്കാറുള്ളത്? നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇനി അതൊക്കെ പോട്ടെ, കണ്ണൂർ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ CPIM സെമിനാറിലേക്ക് അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പ്രൊഫസർ KV തോമസ് മാഷെ ക്ഷണിച്ചു. അത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം? ഒരു 3-4 ലോക യുദ്ധം ഉണ്ടാവുന്ന പോലെയല്ലേ കോൺഗ്രസ് പ്രതികരിച്ചത്? അദ്ദേഹം അനഭിമതനായില്ലേ? ആ ഒറ്റ പരിപാടിയോടെ കോൺഗ്രസിൽ അദ്ദേഹം അനഭിമതനായി, പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു. സത്യമല്ലേ? അപ്പോ CPIMന്റെ സെമിനാറിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നവർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ ന്യായം എന്താണ്? അതല്ലേ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ RSSന് ഒരു സാധുത നൽകുന്ന പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം എന്താണ്? മുൻപ് രാജീവ് ഗാന്ധിയുടെ ദൂതനായി തന്നെ നാഗപ്പൂർ MP ആയിരുന്ന ബൻവാരിലാൽ പുരോഹിത് RSSന്റെ സർസംഘചാലകനെ കണ്ടിട്ടുണ്ട്, അവർക്കിടയിലെ ആശയവിനിമയത്തിന്റെ ഭാഗമായി. എന്നിട്ട് 89-ലെ തെരഞ്ഞെടുപ്പിൽ RSSന്റെ പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പകരമായി ശിലാന്യാസത്തിനുള്ള അനുമതി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം രാജ്യത്തിന്റെ മുൻപാകെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. അപ്പൊ RSSുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് കഴിഞ്ഞ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 60 മുതൽ കേരളത്തിലെ അനുഭവം. അതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളതല്ലേ. അപ്പൊ അതിലൊന്നും സംശയത്തിന്റെ അംശമില്ല. ഇതെല്ലാം ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയാത്തത് കുറെ നമ്മുടെ മുൻപിൽ ഉണ്ട് വസ്തുതകളായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു യുവജന സംഘടന DYFI ഒരു ഒരു അന്വേഷണ നടത്തം സംഘടിപ്പിച്ചതായിട്ട് കണ്ടു. ഞാൻ തറക്കല്ലിട്ട് വീടില്ല. കുറെ കാലം കഴിയുമ്പോൾ വയനാട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും, ഈ യാത്ര നടത്തേണ്ടി വരും. അപ്പൊ പണം പിരിക്കുക, പിരിച്ച ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക, ഇത് കോൺഗ്രസിന്റെ ശൈലിയാണ്. ഇപ്പോൾ KA ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഒടുവിൽ ശ്രീ K കരുണാകരൻ, ഇവരുടെയൊക്കെ സ്മാരകം പണിയാൻ വേണ്ടി പിരിച്ച പണം എവിടെയെന്ന് കോൺഗ്രസിൽ തന്നെ പല കാലങ്ങളിൽ പല നേതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീ K കരുണാകരൻ ഈ പട്ടികയിൽ ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നേതാവാണ്. അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 തവണ ഫണ്ട് ശേഖരണം നടത്തി. എവിടെയെങ്കിലും സ്മാരകം ഉണ്ടായോ?
അപ്പൊ ഇത് പതിവ് രീതിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു ആരോപണവും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല, ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല. പക്ഷെ വയനാട് അങ്ങനെയല്ല. വയനാട്ടിൽ കുറെ കൂടി, വയനാട്ടിലിപ്പോ കൊല്ലപ്പെട്ട മനുഷ്യർ, ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർ, അത് എത്ര ഹൃദയഭേദകമാണ്. മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കേണ്ടി വരിക, DNA സാമ്പിളുകൾ എടുത്ത് സൂക്ഷിക്കുക, ഭാവിയിൽ അസ്ഥിപഞ്ജരങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഇതുമായി ഒത്തുനോക്കാൻ. നമുക്കൊന്നും അനുഭവമില്ലാത്ത ഒരു ദുരന്തമല്ലേ അത്? എത്ര വലിയ ദുരന്തമാണ് അത്. പറഞ്ഞ് പണം പിരിക്കുക, മൃതശരീരം വെച്ച് കാശ് പിരിച്ച് ആ പണം തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചാൽ, ആ പണം പലരുടെയും പോക്കറ്റിലേക്ക് പോയാൽ, അതിൽ മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു അസ്തിത്വമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നു? അതാണ് ആരോപണം. ഇത് പറഞ്ഞാൽ മതി, ഞാൻ ഈ ആരോപണം പിൻവലിക്കാം. കൃത്യമായി ഇത്ര തുക പിരിച്ചു, കൃത്യമായി പറയണം. അങ്ങനെ പറയാത്തതിന്റെ പിന്നിലൊക്കെ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് പറയണം. അത് ഇന്ന അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറയാം. ഈ കൊടുക്കുന്ന പണത്തിൽ വയനാട്ടിൽ മൺമറഞ്ഞു പോയ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ ചോര പുരണ്ടിട്ടുണ്ട്. ആ കറൻസി ചോര പുരണ്ടിട്ടുണ്ട്. അതാണ്. ആ പണം ചിലവഴിക്കപ്പെടുന്നുണ്ട് എന്നത് ഞങ്ങളുടെ ബോധ്യമാണ്. വെറുതെ ബോധ്യം ഉണ്ടാവില്ലല്ലോ. അത് അതെ അതെ, തെരഞ്ഞെടുപ്പിൽ ആ പണം ഉപയോഗിക്കുന്നു എന്നതാണ്. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പണം ചെലവഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞവർക്ക് ഓണം ബമ്പർ ലോട്ടറി അടിച്ചോ എന്നാ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ ചെലവഴിക്കുന്ന പണം ലോട്ടറി അടിച്ചതാണ്. ഈ പണം ഇപ്പൊ വൻതോതിൽ കേരളത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാവുമോ എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ പരസ്യമായി പരസ്യം കൊടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അവരുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ, പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പണം നൽകാം എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കേരളത്തിന് ശീലമില്ലാത്ത കാര്യങ്ങളാണ്, കേരളത്തിന് പരിചിതമല്ലാത്ത രീതികളാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പണക്കൊഴുപ്പിൽ മുക്കിക്കൊല്ലുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയുമാണ്. അത് ഏറെ സമയമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അവിടെ നിന്നെല്ലാം പണം കൊണ്ടുവരുന്നു. ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഈ പണം കൈകാര്യം ചെയ്യുന്നവരുടെ സാന്നിധ്യവും പലരും വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഇടപെടുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ട്, അവര് ഇവിടെ ചിരപരിചിതമല്ലാത്ത മുഖങ്ങൾ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ആളുകൾ എവിടേക്കുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ അറിയപ്പെടുന്ന നേതാക്കന്മാരൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾക്ക് അറിയാം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ, അവർക്ക് തന്നെ ചില വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം തീർത്തും അപ്രസക്തമാണ്, പല കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം, കേരളത്തിൽ പതിറ്റാണ്ടുകളായിട്ട് CPIM നേതൃത്വം കൊടുക്കുന്ന മുന്നണി, LDF, CPIM എന്ന പാർട്ടി ഒക്കെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചു വരുന്ന ഒരു നയമുണ്ട്, ഒരു പ്രഖ്യാപിത നയമുണ്ട്. ഏത് നിറത്തിലുള്ള വർഗീയതയായാലും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് നയം. അത് ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കാറുണ്ട്, പറയാറുമുണ്ട്. അപ്പോൾ തുടർന്നു പോരുന്നൊരു നയമാണ് ഒന്നാമത്തെ കാരണം. രണ്ട്, CPIMന്റെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാപരമായി CPIMന്റെ ഏറ്റവും ഉയർന്ന നേതാവ്. ഈ ചോദ്യത്തോട് തന്നെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവരുമായി ഒരു നീക്കുപോക്കുമില്ല, ഒരു ധാരണയുമില്ല, ഇത് കെട്ടുകഥ മാത്രമാണ്, അസംബന്ധമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ മറ്റൊരാൾക്ക് പറയാനാവില്ല. CPIM ഇടതുപക്ഷത്ത് വേറൊരു അഭിപ്രായം അതിലില്ല. മൂന്നാമത്തെ കാരണം, നിങ്ങളിവിടെ ചോദിച്ച സംഘടന അവർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നോമിനേഷൻ കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ പിൻവാങ്ങി എന്ന് കേൾക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് പിൻവാങ്ങി. മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങാനുള്ള കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ഉൾപ്പെടെ ആവശ്യത്തിൻ്റെ ഭാഗമായാണ്, സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് വാർത്ത, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്ത. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അഭ്യർത്ഥിച്ചാൽ കൊടുത്ത നോമിനേഷൻ മരവിപ്പിച്ച് മത്സരരംഗത്ത് നിന്ന് മാറുന്ന ഒരു കൂട്ടർ, അവർക്ക് നീക്കുപോക്കും ഡീലും ഉണ്ടെങ്കിൽ അത് ആരുമായിട്ടാണ്? ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമേ അല്ല. ഈ ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ട UDF നേതൃത്വത്തോടാണ്. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പത്രിക മരവിപ്പിച്ചിരിക്കുന്നു, അപ്പം നിങ്ങൾ തമ്മിൽ എന്താണ് നീക്കുപോക്ക്, ഇടപാട്? ഈ ചോദ്യം അവിടെ ചോദിക്കേണ്ട ചോദ്യമല്ലേ? സ്ഥലം മാറി ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരാശങ്ക ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു 7-8 മാസം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് ഞാൻ. ആ സമയത്ത് ഈ ചോദ്യമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ടോ അക്ഷരം കൊണ്ടോ ഒരു സംശയം ഉണ്ടാകാത്ത വിധം ഞാനന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനെ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്, ഓരോ മണ്ഡലത്തിലും പോയി ഞങ്ങളെ സ്ഥാനാർത്ഥിയോട് ഇങ്ങനെ ചോദിക്കുന്നത്, അതൊരു അനുചിതമാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എക്കാലത്തും ബാധകമായ നിലപാടാണ്. അത് എപ്പോഴും പറയുന്നതാണ്. അതെല്ലാ ദിവസവും പറയേണ്ട ഒരു ആവശ്യമില്ല. അഖിലേന്ത്യാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഇനി അതൊന്നും പോരെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു നീക്കുപോക്കുമില്ല, ഒരു ധാരണയുമില്ല. ഈ കൂട്ടരെ ഇന്നലകളിൽ എന്ന പോലെ ഇന്നും ഞങ്ങൾ ഉറച്ച നിലപാടിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പോരെ? എല്ലാം ഉണ്ടെന്ന്, അതങ്ങനെയല്ല. ഓരോ ആളും ഓരോ ശൈലിയിലായിരിക്കും സംസാരിക്കുക, അല്ലേ? ഓരോ ശൈലിയിലായിരിക്കും സംസാരിക്കുക. പിന്നെ തീർത്തും അടിസ്ഥാനമില്ലാത്തതും അജണ്ടകളുള്ളതുമായ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പലരും പ്രതികരിക്കും. അതിനൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ചോദ്യം ശരിക്കും എന്താ പറയുക, അനുചിതവും അകാലികവും അനാവശ്യവുമായൊരു ചോദ്യമാണ്. എന്തുകൊണ്ട്? ഈ ചോദ്യം ഇവിടെ ചോദിക്കേണ്ട ചോദ്യമല്ല. ഇനി ഞാൻ ഇങ്ങനെ മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പറയും, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഒഴിഞ്ഞു മാറി, ഒളിച്ചോടി, മാറിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെ പറയാതിരിക്കാൻ നമ്മുടെ എന്താ പറയുക, സമകാലിക കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സവിശേഷ രീതിയോട് ഞാൻ പ്രതികരിച്ചു എന്നേ ഉള്ളൂ. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് അവിടെയാണ്. എല്ലാ ചോദ്യവും ഡീൽ സംബന്ധിച്ച ചോദ്യം, കച്ചവട സംബന്ധിയായ സകല ചോദ്യങ്ങൾക്കും സാങ്കത്യമുള്ള ഒരിടം വലതുപക്ഷമാണ്. അവരാണ് ഇതിൻ്റെ ആളുകൾ, ഞങ്ങൾ ഇതിൻ്റെ ആളുകളല്ല. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് അവസാനിപ്പിച്ചേക്കാം. ശരി, വീണ്ടും കാണാം.